ഇനി സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും ജാഗ്രത പാലിക്കാം. വ്യാജ വാർത്തകൾക്കും അശ്ലീല പോസ്റ്റുകൾക്കും കടിഞ്ഞാണിടാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ ഫെബ്രുവരി 20 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരികയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് തുടങ്ങിയ വമ്പൻ പ്ലാറ്റ്ഫോമുകൾക്ക് ഇനി മുതൽ നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ വെറും 3 മണിക്കൂർ മാത്രമാണ് സമയം ലഭിക്കുക. എന്താണ് ഈ പുതിയ നിയമം എന്ന് നോക്കാം. നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആഭ്യന്തര മാർഗനിർദ്ദേശങ്ങളും ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡും ഭേദഗതി ചട്ടം 2026 കേന്ദ്ര IT മന്ത്രാലയം ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞു. ഇതുവരെ ഒരു പോസ്റ്റ് നീക്കം ചെയ്യാൻ കമ്പനികൾക്ക് 36 മണിക്കൂർ വരെ സമയം ലഭിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ സർക്കാർ സംവിധാനങ്ങളോ കോടതികളോ ഒരു പോസ്റ്റ് നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചാൽ അത് പാലിക്കാൻ കമ്പനികൾക്ക് വെറും 180 മിനിറ്റ് അഥവാ 3 മണിക്കൂർ മാത്രമേ സമയം ലഭിക്കൂ. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന അശ്ലീല ചിത്രങ്ങളോ വീഡിയോകളോ ആണെങ്കിൽ വെറും 2 മണിക്കൂറിനുള്ളിൽ തന്നെ നടപടിയെടുക്കേണ്ടി വരും. ഈ നിയമം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നിർമ്മിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോകളെയും വ്യാജ വാർത്തകളെയുമാണ്. ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞതായും ചെയ്യാത്ത കാര്യം ചെയ്തതായും കാണിക്കുന്ന വീഡിയോകൾ ഇന്ന് ഇന്റർനെറ്റിൽ വ്യാപകമാണ്. ഇത്തരം ദൃശ്യങ്ങൾ സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനാണ് കേന്ദ്രത്തിന്റെ ഈ കർശന നീക്കം. AI വീഡിയോകൾക്ക് ഇനി ലേബൽ നിർബന്ധമാകുകയാണ്. നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ എന്ന് ഇനി എളുപ്പത്തിൽ തിരിച്ചറിയാം. പുതിയ നിയമപ്രകാരം AI ഉപയോഗിച്ച് നിർമ്മിച്ചതോ മാറ്റം വരുത്തിയതോ ആയ എല്ലാ ഉള്ളടക്കങ്ങളിലും അത് വ്യക്തമാക്കുന്ന ലേബലുകൾ നിർബന്ധമായും പ്രദർശിപ്പിക്കണം. ഉപഭോക്താക്കൾ ഇത്തരം ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് AI നിർബന്ധമാണോ എന്ന് പ്ലാറ്റ്ഫോമുകളെ അറിയിക്കണം. ഇത് മറച്ചുവെക്കാൻ ശ്രമിച്ചാൽ പോസ്റ്റ് നീക്കം ചെയ്യുക മാത്രമല്ല, അക്കൗണ്ട് റദ്ദാക്കപ്പെടുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ സാധാരണ രീതിയിലുള്ള ഫോട്ടോ എഡിറ്റിംഗ്, കളർ കറക്ഷൻ, ട്രാൻസ്ലേഷൻ എന്നിവയെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. യഥാർത്ഥ സംഭവങ്ങളെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള AI ഇടപെടലുകൾക്ക് മാത്രമാണ് ഈ നിയന്ത്രണം ബാധകമാകുക. കൂടാതെ ഓരോ 3 മാസത്തിലും പ്ലാറ്റ്ഫോമുകൾ തങ്ങളുടെ ഉപയോക്താക്കൾക്ക് ഈ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകണമെന്നും പുതിയ ഭേദഗതിയിൽ പറയുന്നു. എന്തുകൊണ്ടാണ് 3 മണിക്കൂർ നൽകുന്നതെന്ന് നോക്കാം. ഇന്റർനെറ്റ് ലോകത്ത് ഒരു തെറ്റായ വാർത്ത പടരാൻ മിനിറ്റുകൾ മതി. 36 മണിക്കൂർ എന്നത് ഇക്കാലത്ത് വളരെ വലിയൊരു സമയമാണ്. അപ്പോഴേക്കും ആ വാർത്ത ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് സമയം 3 മണിക്കൂറായി ചുരുക്കിയതെന്ന് IT മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. വലിയ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഇത് വലിയൊരു വെല്ലുവിളിയാകുമെങ്കിലും സാധാരണക്കാരുടെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ സമാധാനത്തിനും ഇത് അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഫെബ്രുവരി 20 മുതൽ ഈ നിയമങ്ങൾ നിലവിൽ വരുന്നതോടെ ഇൻസ്റ്റഗ്രാം റീലുകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. വ്യാജന്മാരെ തിരിച്ചറിയാൻ ഇനി ഒരു ലേബൽ മാത്രം നോക്കിയാൽ മതിയാകും. വരും ദിവസങ്ങളിൽ ടെക് കമ്പനികൾ ഈ നിയമത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.